എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരു രാജ്യത്തെ രാജാവിന് ജന്മദിനമായിരുന്നു. അന്ന് രാജാവ് രാവിലെ എഴുന്നേറ്റ് നടക്കാനായി ഇറങ്ങി. രാജാവിന് വലിയ സന്തോഷമുള്ള ദിവസമായിരുന്നു അന്ന്. അദ്ദേഹം കരുതി, ഇന്ന് വഴിയിൽ കാണുന്ന ആദ്യത്തെ വ്യക്തിയെ ഞാൻ സന്തുഷ്ടനാക്കും എന്ന്. അദ്ദേഹം കുറച്ചു ദൂരം നടന്നു. രാജാവ് വഴിയിൽ ഒരു വൃദ്ധയാചകനെ കണ്ടു. രാജാവിനെ കണ്ട ഭിക്ഷക്കാരൻ രാജാവിനെ കണ്ട് തൊഴുതു നിന്നു. രാജാവ് അയാൾക്കൊരു ചെമ്പ് നാണയം കൊടുക്കാൻ തീരുമാനിച്ചു. രാജാവ് ആ നാണയം അയാളുടെ കയ്യിലേക്ക് ഇട്ടുകൊടുത്തു. കയ്യിൽ നിന്ന് വഴുതി അത് അടുത്തുള്ള ഒരു ഓടയിൽ വീണു. ആ വൃദ്ധനായ ഭിക്ഷക്കാരൻ ഓടയിൽ ആ അഴുക്ക വെള്ളത്തിൽ നാണയം തപ്പി. രാജാവിന് അത് കണ്ടപ്പോൾ വലിയ സങ്കടം തോന്നി. അദ്ദേഹം അയാളെ വിളിച്ച് മറ്റൊരു ചെമ്പ് നാണയം നൽകി. അത് വാങ്ങിയ ആ യാചകൻ നന്ദി പറഞ്ഞതിന് ശേഷം വീണ്ടും ഓടയിൽ കൈയിട്ട് നാണയത്തെ തപ്പി. രാജാവിന് അത് കണ്ടപ്പോൾ വലിയ സങ്കടമായി. അദ്ദേഹം ആ യാചകനെ വിളിച്ച് ഒരു വെള്ളി നാണയം കൊടുത്തു. ആ വെള്ളി നാണയം വാങ്ങി നന്ദി പറഞ്ഞതിന് ശേഷവും അയാൾ ആ ഓടയിൽ കിടന്ന ചെമ്പ് നാണയത്തെ കൈയിട്ട് തപ്പി. ഇത് കണ്ട ആ രാജാവ് പിന്നെയും അയാളെ വിളിച്ചു ഒരു സ്വർണ്ണ നാണയം കൊടുത്തു. അത് കിട്ടിയിട്ടും അയാളുടെ മുഖത്ത് സന്തോഷം കാണാനായില്ല. സ്വർണ്ണ നാണയം കിട്ടിയതിന് ശേഷവും അയാൾ ആ ഓടയിൽ വീണ ചെമ്പ് നാണയത്തിനായി തപ്പി. രാജാവിന് അപ്പോൾ രാവിലെ താൻ മനസ്സിൽ കരുതിയ കാര്യം ഓർമ്മ വന്നു. രാജാവ് അയാളെ വിളിച്ച് അടുത്തു നിർത്തി പറഞ്ഞു, ഞാൻ നിനക്ക് പകുതി രാജ്യം തരാം, ഇനിയെങ്കിലും നീ ഒന്ന് സന്തോഷിക്കൂ എന്ന്. അപ്പോൾ ആ യാചകൻ പറഞ്ഞു, എനിക്ക് ഓടയിൽ വീണ ആ ചെമ്പ് നാണയം കയ്യിൽ കിട്ടിയാലേ സന്തോഷം വരികയുള്ളൂ എന്ന്. ആലോചിച്ചു നോക്കുക, നമ്മുടെ അവസ്ഥയും ഏകദേശം ആ യാചകനെ പോലെയല്ലേ? നമുക്ക് പരമാത്മാവ് മനുഷ്യരൂപിയായ വിലമതിക്കാനാകാത്ത നിധിയെ തന്നു. എന്നിട്ടും ലോകത്തിലെ മായാരൂപമായ ആ ചെമ്പ് നാണയത്തെ ഓടയിൽ പരതുന്നു. അതിനെ പരതി നമ്മുടെ നല്ല ജീവിതത്തെ നാം നശിപ്പിക്കുന്നു. ഒരിക്കൽ ഒരു ധനികനായ വ്യക്തി വഴിയിൽ ഒരു ഭിക്ഷ യാചിക്കുന്ന ചെറുപ്പക്കാരനോട് ചോദിച്ചു, നിനക്ക് ആരോഗ്യത്തിന് ഒരു കുഴപ്പവുമില്ല, പിന്നെ നീ എന്തിനാണ് ഭിക്ഷ എടുക്കുന്നതെന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് കുറേ നാളായി ജോലിയില്ല, സാറിന് എനിക്കൊരു ജോലി തരാൻ കഴിയുമോ എന്ന്. ആ ധനികന്റെ മനസ്സലിഞ്ഞു. അയാൾ പറഞ്ഞു, എൻ്റെ കയ്യിൽ നിനക്ക് തരുവാൻ ഒരു ജോലിയൊന്നുമില്ല, പക്ഷെ നിനക്കായി ഞാൻ ഒരു സഹായം ചെയ്യാൻ. എൻ്റെ ഒരു അരിമില്ല് ഓടാതെ കിടക്കുകയാണ്, അത് നീ നടത്തിക്കോ. ലാഭത്തിൻ്റെ 10% നീ എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു. ആ ചെറുപ്പക്കാരന് വളരെ സന്തോഷമായി. അയാൾ ആ അരിമില്ലിൽ നല്ലതുപോലെ കഠിനാധ്വാനം ചെയ്ത് ആ മില്ലിനെ വേഗം പച്ചപിടിപ്പിച്ചു. നല്ല ലാഭത്തിലുമായി. നല്ല ലാഭം വന്നപ്പോഴാണ് അന്ന് ആ മുതലാളി പറഞ്ഞ വാക്ക് ഓർമ്മ വന്നത്. ലാഭത്തിൽ വരുന്ന 10% മുതലാളിക്ക് കൊടുക്കണമെന്ന്. ഒരിക്കൽ ആ മുതലാളി അവൻ്റെ അടുത്തെത്തി. അയാൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇതിപ്പോൾ നഷ്ടത്തിലാണ്, ഒരുപാട് പേർക്ക് ഞാൻ കടം കൊടുക്കാനുണ്ട്. അത് മാത്രമല്ല, ഇത് എൻ്റെ അധ്വാനത്തിലാണല്ലോ ഈ നിലയിൽ എത്തിയത് എന്ന്. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മൾ ആ ധനികന്റെ സ്ഥാനത്താണ്. ഇതുപോലെ കേട്ടാൽ എന്താകും നമ്മുടെ സ്ഥിതിയെന്ന്. ഇതുപോലെയല്ലേ ദൈവത്തിനും? നമുക്ക് ഇത്രയും അവസരങ്ങളും അതിനായി പ്രവർത്തിക്കാനായുള്ള അവയവങ്ങളും ചിന്തിക്കാനുള്ള ബുദ്ധിയും തന്ന ആ ദൈവത്തിനോട് നമ്മൾ ചെയ്യുന്നതും അങ്ങനെയല്ലേ? 24 മണിക്കൂർ ഒരു അല്പം സമയമെങ്കിലും ദേവാരാധനയ്ക്കായി അല്ലെങ്കിൽ ദേവൻ നമുക്ക് കനിഞ്ഞ്
തന്നതിന് നന്ദി പറഞ്ഞില്ല എങ്കിൽ എന്താകും സ്ഥിതി? അല്പമൊന്ന് ഓർത്തു നോക്കുക. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.